നിങ്ങൾക്ക് ഒരു മകനും ഒരു മകളും ആണോ ഉള്ളത്? നിങ്ങൾ അവരെ രണ്ടുപേരും ഒന്നുപോലെയാണോ ട്രീറ്റ് ചെയ്യാറ്? അതോ നിങ്ങൾ നിങ്ങളുടെ മകളെ കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയും നിങ്ങളുടെ മകനെ ഒരു രാജാവിനെ പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുമോ? ഒരുപാട് വീടുകളിൽ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പെൺകുട്ടികളെ കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 9-10 വയസ്സ് മുതൽ അടുക്കള പണികൾ ചെയ്യിപ്പിക്കുക, അടിച്ചു വാരിക്കുക, തൂത്തുവാരുക, ക്ലീൻ ചെയ്യുക. ഈവൻ ഈ ആൺകുട്ടികളുടെ, അതായത് ഈ സ്വന്തം ബ്രദറിൻ്റെ ഡ്രസ്സ് കഴിക്കുക, ഇതൊന്നും അത്ര നല്ല ശീലമല്ല. ആൺകുട്ടികൾക്കായാലും അവരവരുടെ ഡ്രസ്സ് അവരവർ കഴുകണം. അവർക്കും ചെടി നനയ്ക്കാം, അവർക്കും ചെയ്യാവുന്ന അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാം. എല്ലാ കാര്യങ്ങളിലും അവരെയും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതല്ലാതെ ഇതൊന്നും പെൺകുട്ടികളുടെ മാത്രം തലയിൽ വെച്ച് കെട്ടരുത് ജോലി. ഈ ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ആൺകുട്ടികളെ വളർത്തേണ്ടത്. അത് വളരെ തെറ്റാണ്. ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വഴക്ക് പറയുകയും മർദ്ദിക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായി ശപിച്ച് വഴക്ക് പറയുകയൊക്കെ ചെയ്യാറുണ്ടോ? അതേസമയം തൊട്ട് അടുത്തിരിക്കുന്ന നിങ്ങളുടെ മകനെ നിങ്ങൾ ഒന്ന് ചീപ്പോ എന്ന് പോലും പറയാതിരിക്കുക. ഇതിൽ ഈ പെൺകുട്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് ഓഫീസിലുള്ള എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, വീടിനുള്ളിൽ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടോ മദർ ഇൻ ലോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ടൊക്കെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ മകളുടെ മേലെ എടുക്കാറുണ്ടോ? നിങ്ങളെ മകളെ അത് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നിങ്ങൾ ആകെ ദേഷ്യം പിടിച്ചിരുന്നിട്ട് സ്കൂളിൽ നിന്ന് കയറി വരുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ എടുത്തിട്ട് അടിക്കുക, വഴക്ക് പറയുക, അതെന്ത് ചെയ്താലും അതിനെ ഇത് ചെയ്യുക. ഒപ്പം കയറി വന്ന മകനെ നിങ്ങൾ ചേർത്ത് പിടിച്ച് പോ മോനെ, നിനക്ക് പാല് തരട്ടെ, ബിസ്ക്കറ്റ് തരട്ടെ എന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് വീടുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇതാരും പുറത്തറിയുന്നില്ല. പുറത്തു നോക്കുമ്പോൾ എല്ലാവരും 2 കുട്ടികൾ ഒരേ സ്കൂളിൽ പോകുന്നു, വരുന്നു, കുട്ടികൾക്ക് ഉടുപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നു, ഭക്ഷണം വാങ്ങുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ വീട്ടിൽ വാങ്ങുന്ന ഭക്ഷണത്തിന് പോലും വേർതിരിവുണ്ടാവും. ആ വീട്ടിൽ വാങ്ങുന്ന ഭക്ഷണം അവരെ ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രത്യേകതരം മീൻ. അയ്യോ അതെൻ്റെ മോന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങുന്നത്. അയ്യോ ഇതെൻ്റെ മോന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഇഷ്ടമോ അനിഷ്ടമോ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ വിഷമം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ വീട്ടിൽ? ഈ കുട്ടി വളർന്നു വരുമ്പോൾ അതിന് എന്ത് മാനസികാവസ്ഥയാണ് ഉണ്ടാവുക? ഈ പെൺകുട്ടി വളർന്നു കഴിഞ്ഞാൽ അതിന് ഈ സഹോദരനോട് എന്തെങ്കിലും സ്നേഹം ഉള്ളെന്ന് തോന്നുമോ? എന്തിന് ഈ അച്ഛനമ്മമാരോട് സ്നേഹം തോന്നുമോ? ഈ ചെയ്തതൊക്കെ അവർ മറന്നു പോകുമോ? ഒരിക്കലുമില്ല.